ബാലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഫുഡൊക്കെ ട്രൈ ചെയ്യാം. ഏറ്റവും ആദ്യം ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസായ നാസി ഗോരങ് തന്നെയാണ്. നാസി എന്ന് വെച്ചാൽ റൈസും, ഗോരങ് എന്ന് വെച്ചാൽ ഫ്രൈഡ് എന്നാണ് അർത്ഥം. അതുപോലെ മീ ഗോരങ് എന്ന് പറഞ്ഞാൽ നൂഡിൽസ് ഉണ്ട്. അതുപോലെ ക്യാപ്കെ ഗോരങ് എന്ന് പറയുന്ന കുറേ വെജിറ്റബിൾസ് ഇലകളൊക്കെ ഇട്ടിട്ടുള്ള ഐറ്റം ഉണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ച് കൂട്ടി ചെയ്ത് ഫ്രൈ ചെയ്തിട്ടുള്ളവരുടെ സ്ക്വിഡും പ്രോൺസും ചിക്കനും ഒക്കെ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇത് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് റോഡ് സൈഡിലുള്ള ചെറിയ കടകളായ വോറങ്കാണ്. ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് കിട്ടും. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സീ ഫുഡ് നൂഡിൽസ് ഇവിടെ നിന്നാണ്. പിന്നെ ഒരുപാട് നെൽപ്പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല തവിടുള്ള കുത്തരി ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചിക്കനും ഫിഷും ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യണം എന്ന് പ്രത്യേകം പറയണം, അല്ലെങ്കിൽ ഏകദേശം ഒരു ഹാഫ് കുക്ക് പരുവത്തിലായിരിക്കും നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ നാടൻ ചിക്കൻ്റെയൊക്കെ ഡിഷസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ലെമൺ ഗ്രാസിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറയണം. പിന്നെ ഫുഡിൻ്റെ റേറ്റ്, പ്രത്യേകിച്ച് സീ ഫുഡിൻ്റെ, നാട്ടിലത്തെ ഫുഡിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ പല വെറൈറ്റി ഐസ്ക്രീംസ് ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്. കേട്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസും ജെലാറ്റോസും ഒക്കെ ട്രൈ ചെയ്യാം. പിന്നെ ബാലീസ് കോഫിയുടെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പല ഗ്രേഡിലുള്ള കോഫി ലുവാക്ക് മുതൽ പല ടൈപ്പ് കോഫീസ് ഉണ്ട്. പിന്നെ പലതരം ഫ്രഷ് ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സ്നേക്ക് ഫ്രൂട്ടൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്തത്. ഫ്രൂട്ട് ജ്യൂസൊക്കെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഒരുപാട് നല്ല പ്യുവർ ടേസ്റ്റായിട്ട് തോന്നി.